SSCJ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വീക്കിൽ വരികയുണ്ടായി. അപ്പൊ തൊട്ടേ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുള്ള സംശയമാണ് SSCJക്ക് എത്ര വേക്കൻസീസ് ഉണ്ടായിരിക്കും, കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളിൽ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്, നമ്മൾ സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിൽ നിന്ന് SSCJ എക്സാമിന്റെ പ്രിപ്പറേഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, അതോ സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ തന്നെ, അതായത് നമ്മുടെ AE എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ മതിയോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് SSCJ 2025 കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ മുന്നേ നടന്ന SSCJ എക്സാമിന് സിവിൽ ബ്രാഞ്ചുകാർക്ക് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നും വെയിറ്റേജ് കൂടുതൽ ചോദ്യം ചോദിച്ചു, അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സബ്ജക്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ഒരു ബ്രീഫിലേക്ക് പോകാം. 2025 SSC ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ആണിത്. നമുക്കതിൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30/6/2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 21/7/2025. അപ്പൊ ലാസ്റ്റ് ഡേറ്റ്സിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സൈറ്റ് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/7/2025 ആണ്. അത് മറക്കണ്ട. അത് മാത്രമല്ല, നമുക്ക് ഫീ പേയ്മെന്റിന് ഒരു ദിവസം കൂടി ഉണ്ട്. അതായത് 22-ാം തീയതി വരെ നമുക്ക് ഫീ അടയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ദെൻ നമുക്ക് നമ്മുടെ ഈ അപ്ലൈ ചെയ്തതിനകത്ത് ഇപ്പോൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഈ കറക്ഷൻ കൊടുക്കാനുള്ള ആ ഒരു ടൈമാണ് 1/8/2025 മുതൽ 2/8/2025 വരെ. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ 2 ടയർ ആയിട്ടാണ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. SSCJ എക്സാം ഒരു ഫ്രഷർ ആണെങ്കിൽ എന്താണ് SSCJ എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം എങ്ങനെ നടത്തുന്നു എന്നൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് SSCJ എക്സാം 2 ടയർ ആയിട്ടാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് പാർട്ട് 1 പാർട്ട് 2. അപ്പൊ പാർട്ട് 1ന്റെ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 27 തൊട്ട് 31 ഒക്ടോബർ 2025 ആണ്. നമുക്കിപ്പം ശരിക്കും ജൂലൈ ആയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം സമയമുണ്ട്. ഒക്ടോബർ വരെ നമുക്ക് സമയമുണ്ട്. അത് ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് നമ്മുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, ഓൾറെഡി AE എക്സാംസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നോൺ ടെക്നിക്കൽ പോർഷൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ SSCJ ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. എസ്പെഷ്യലി സിവിലുകാർക്ക് ജൂലൈ മന്തിൽ നിറച്ച എക്സാം ആണ്. അതുകൊണ്ട് തന്നെ സിവിൽ സബ്ജക്ട്സുമായിട്ട് അവർ ഫ്രീക്വന്റ്ലി ഇൻ ടച്ച് ആണ്. അപ്പൊ അവർക്ക് കുറച്ചൊന്ന് ബ്രഷപ്പ് ചെയ്ത് SSCJയുടെ ലെവലിലുള്ള ചോദ്യങ്ങൾ ഒന്ന് ചെയ്താൽ മതി. അതായത് ക്വസ്റ്റ്യൻ പാറ്റേണിന് മാത്രമാണ് വ്യത്യാസം വരിക. ആ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ആ ഒരു ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSCJ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് CBT 1 ക്വാളിഫൈ ആവുന്ന വ്യക്തികൾക്ക് CBT 2 എക്സാം ഉണ്ടായിരിക്കും. അത് ജനുവരി ടു ഫെബ്രുവരി 2026 നടക്കുക. ഓക്കെ, പിന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട്സും വരും. ഒട്ടും കാലതാമസം ഒന്നുമില്ല. നല്ലൊരു പോസ്റ്റാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഇനി രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര വേക്കൻസി ഉണ്ടായിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 2023 ടോട്ടൽ വേക്കൻസി SSC പബ്ലിഷ് ചെയ്ത് നോട്ടിഫിക്കേഷൻ സമയത്ത് പബ്ലിഷ് ചെയ്ത 1374 ആണ്, 1374 ആണ്. ആൻഡ് 2024 ആയപ്പോൾ 1765 വേക്കൻസീസ് ടോട്ടൽ പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇനി സിവിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഈ 3 ബ്രാഞ്ചുകാർക്കാണ് SSCJ എക്സാം എഴുതാൻ പറ്റുക. ആൻഡ് ഈ വർഷങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിലുകാർക്കാണ് വേക്കൻസി കൂടുതൽ. അതായത് 2023 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1145 ഉള്ളതിൽ 1145 വേക്കൻസീസും ആർക്കായിരുന്നു, സിവിലുകാർക്കായിരുന്നു. ബാക്കി 229 മാത്രമാണ് മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2024 എടുത്തു കഴിഞ്ഞാൽ 1765 വേക്കൻസീസ് ഉള്ള സ്ഥലത്ത് 1264 സിവിലിനായിരുന്നു. ബാക്കി 501 വേക്കൻസീസ് ആണ് മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ടോട്ടൽ എത്ര വേക്കൻസി എന്നുള്ള ഒരു ഐഡിയ മാത്രമാണ് SSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി വേണം ഇൻഡിവിജ്വലി സ്പ്ലിറ്റ് ചെയ്ത് സിവിലിന് എത്ര, മെക്കാനിക്കലിന് എത്ര എന്ന് പറയാനായിട്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ വേക്കൻസീസ് 1340 ആണ്. അതായത് നമ്മുടെ 2023 ഏകദേശം സിമിലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2023 തന്നെ നമുക്ക് 1145 സിവിലിന് വേക്കൻസി ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്താണ് 1000 അടുപ്പിച്ച് സിവിലിന് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ RRB പോലെയല്ല, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള വേക്കൻസിയാണ്, ഒരു സോണിനും അല്ല. മൊത്തത്തിൽ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ആയിട്ട് 1340 വേക്കൻസീസ് ഉണ്ട്. അതിൽ 1000 അടുപ്പിച്ച് സിവിലുകാർക്ക് വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ബാക്കി മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനും ആയി. സോ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു സുവർണ അവസരമായിട്ട് ഇത് കണക്കാക്കുക. ആൻഡ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം സിവിലിന്റെ മാത്രമാണ്. അതായത് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, അത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ CPWD ഉണ്ട്, അത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്, അതും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് തന്നെയാണ്.
ദെൻ നമുക്ക് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRO ഉണ്ട്. ദെൻ ഫറാക്ക ബാരേജ് പ്രോജക്റ്റ് ഉണ്ട്. ദെൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, ദെൻ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ. ഇത്രയുമാണ് നമുക്ക് സിവിലിന്റെ വരിക. ബാക്കി മെക്കാനിക്കലിന്റെ ഇലക്ട്രിക്കലിലും ആണ്. അപ്പൊ ഇതിനകത്ത് മേജർലി നമുക്ക് വേക്കൻസീസ് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സും ഞാനിപ്പോൾ ഈ മെൻഷൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് SSCGയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. www.ssc.gov.in ആയിരിക്കും. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. പക്ഷേ BTechോ MTechോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. ആൻഡ് ഡിപ്ലോമ ഉള്ള ചില പോസ്റ്റിന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ചില ഡിപ്പാർട്ട്മെന്റ്സിൽ മാത്രമാണ്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് നമ്മൾ അതിലേക്ക് വരാം. ദെൻ നമുക്ക് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടയറായിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ സെൻട്രൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2, അതായത് CBT 2-നകത്ത് കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അത് വളരെ വലിയൊരു പോസിറ്റീവ് തിങ് ആണ്. കാൽക്കുലേറ്റർ അലൗഡ് ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസ് അടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഡിക്കേഷനും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 സ്റ്റേജ് ആയിട്ടാണ് SSCGE എക്സാം നടക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 1 ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് CBT 2 വരും. ആൻഡ് അതിനുശേഷമാണ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് എക്സാം പ്ലസ് സെക്കൻഡ് എക്സാമിന്റെ മാർക്ക് ആയിരിക്കും ഫൈനലി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന. RRB പോലെ CBT 1-ന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത പരീക്ഷയല്ല. 2 ടയറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് SSCGക്ക് ഉള്ളത്. അതുകൊണ്ട് ഒരു ടയറും നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ CBT 1-ന്റെ പാറ്റേണിലേക്ക് വരാം. നമുക്ക് നിങ്ങളുടെ ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ, 2 മീഡിയം ആണ്. നോർമലി നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഇംഗ്ലീഷ് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. ദെൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് 200 ആണ്. 200 ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്ക് വെച്ച്, അതായത് ടോട്ടലി നമുക്ക് 200 മാർക്സിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 hours ആണ് ഡ്യൂറേഷൻ, അതായത് 120 മിനിറ്റ് ആണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് വരുന്നത്. 120 മിനിറ്റ് കൊണ്ട് നമ്മൾ 200 ക്വസ്റ്റ്യൻസ് ആണ് പോകേണ്ടത്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യനകത്ത് ലെസ് ദാൻ 1 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ഇവിടെ വരുന്ന സബ്ജക്ട്സ്, സിവിലുകാരാണെങ്കിൽ സിവിലിന്റെ കറസ്പോണ്ടിങ് ടെക്നിക്കൽ പോർഷൻസ് ഉണ്ടാവും. ദെൻ ജനറൽ അവയർനെസ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. ഇതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതായത് അവരുടെ കോർ ടെക്നിക്കൽ സബ്ജക്ട്സിന് 100 മാർക്കും ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്ങിന് 50 വെച്ചിട്ട് ടോട്ടൽ 200 മാർക്കാണ് നമുക്ക് വരാം. ഇപ്പൊ ടോട്ടലി 200 വന്നാൽ 100 ടെക്നിക്കലും ബാക്കി 100 നോൺ ടെക്നിക്കലും ആണ്. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഒരു ക്വസ്റ്റ്യന് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ 1/4 മാർക്ക് ആയിരിക്കും ഡിഡക്റ്റ് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് ടൈമും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോർഷൻസ് എക്സ്ട്രാ പഠിക്കണം. ഇത്രയുമാണ് CBT 1-ൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് സാധാരണ നമ്മുടെ SSCGയിൽ വരുന്ന ലൈക്ക് നമുക്ക് ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ, സാധാരണ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരുപാട് ഡിഫിക്കൽട്ടി ലെവലൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ ടൈം ഇസ് എ ക്രൂഷ്യൽ ഫാക്ടർ. ഇനി നമുക്ക് ജനറൽ അവയർനെസ് വരുമ്പോഴത്തേക്ക് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിറ്റി, സയന്റിഫിക് റിസർച്ച്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ സാധാരണ 8, 9, 10-ന്റെ NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ്. സിവിൽ എഞ്ചിനീയറിംഗ് പോർഷനിലേക്ക് വരുമ്പോൾ കോറിൽ നമുക്ക് നമ്മുടെ സബ്ജക്ട്സ് ആയ ബിൽഡിംഗ് മെറ്റീരിയൽസ്, എസ്റ്റിമേഷൻ, ദെൻ സർവേയിങ്, സോയിൽ മെക്കാനിക്സ്, ഹൈഡ്രോളിക്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇത്രയുണ്ട്. പിന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, കോൺക്രീറ്റ് ടെക്നോളജി, RCC, സ്റ്റീൽ, ഇത്രയുമാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് CBT 1-ന്റെ കട്ട് ഓഫ് നോക്കാം. 2023-ലും 2024-ലും സിവിലിന്റെ കട്ട് ഓഫ് ആണ് ഇത് പറയുന്നത്. അൺറിസർവ്ഡ് 2023-ല് 108 ആയിരുന്നു. 2024-ൽ അത് 122 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ഓഫ് കൂടിയതും ആ ഒരു വേക്കൻസി 2024-ൽ കൂടുതലായിരുന്നു, എന്നിട്ട് പോലും കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. അതായത് ഓരോ വർഷവും നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ കോമ്പറ്റീഷൻ ലെവൽ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ OBC ആണെങ്കിലും 106 ആയിരുന്നത് 116 മാറി. ഓരോ കാറ്റഗറിയിലും 2023-നേക്കാളും 2024-ലെ കട്ട് ഓഫ് കൂടുതലായിരുന്നു. 200-ലാണ് നിങ്ങൾക്ക് ഈ 122 എന്ന് പറയുന്ന മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഓർക്കുക, ഇനിയും കൂടാനാണ് 2025-ൽ സാധ്യത. ഒരു 130, 140 റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ പറയുവാണ്, ഓരോ വർഷത്തെ ട്രെൻഡ് അനുസരിച്ച് കട്ട് ഓഫ് കൂടുന്നുണ്ട്. സോ അത്രയും നമ്മൾ കീൻ ആയിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ സബ്ജക്ട്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എല്ലാ വർഷവും 2018 തൊട്ട് 23 വരെയുള്ള നമ്മൾ അനാലിസിസ് നടത്തുമ്പം ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ്.
അതിനകത്ത് നിങ്ങൾക്ക് അറിയാം എല്ലാ പരീക്ഷകൾക്കും സിവിലിന്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്ട്സ് തന്നെയാണ്. അത് കേരള PSC ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, എവിടെയാണ്. പിന്നെ നമുക്ക് വരുന്ന സർവേ, അതും നമുക്ക് എല്ലാ പരീക്ഷകൾക്കും വെയിറ്റേജ് കൂടുതലാണ്. ദെൻ സോയിൽ മെക്കാനിക്സ് ആണ് ഇവിടെ മൂന്നാമതായി നിൽക്കുന്നത്. ദെൻ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി, RCC, ഇത്രയും നമുക്ക് ഏറ്റവും. പിന്നെ നമുക്കുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ. ഇത്രയും 10 മേലെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്ട്സ് ആണ്. ബാക്കിയെല്ലാം ബിലോ 10 എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കോ, എല്ലാം ഏകദേശം 9 to 15 ഇടയ്ക്കാണ്. ഇത് ഓരോ പേപ്പറിൽ ഒന്നും നമുക്ക് വിട്ട് പഠിക്കാൻ ഇവിടെ ഇല്ല. എല്ലാം നമുക്ക് ആസ് പെർ സിലബസ് കംപ്ലീറ്റ് സബ്ജക്ട്സും കവർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 2024 മുന്നേ ഉള്ള ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പേപ്പറുണ്ട്. നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് ഒരെണ്ണം, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് കണ്ടോ, ഫ്ലൂയിഡ് മെക്കാനിക്സ് 10. പക്ഷെ എന്നാൽ നമുക്ക് റെയിൽവേ എയർപോർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആവറേജ്, അതായത് നമുക്ക് 2018 ശേഷം നല്ലൊരു പാറ്റേൺ ചേഞ്ച് SSC JEEക്ക് സംഭവിച്ചിട്ടുണ്ട്. നോർമലി എല്ലാ പരീക്ഷകൾക്കും 2018 നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ നമുക്ക് 2020 ശേഷമാണ് പലതും വ്യത്യാസങ്ങൾ എക്സാമിന് പോലും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ഈ പ്രിപ്പറേഷന് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ RRB JEE അതുപോലെ തന്നെ SSC JEE കോംബോ ബാച്ച് നമുക്ക് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോൺ ടെക്നിക്കലും ടെക്നിക്കലും ഇൻ ഹാൻഡ് പഠിച്ചു പോയി 2 സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് ഒരേ സമയത്ത് തയ്യാറെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഉള്ളത്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹൈലി വെയിറ്റേജ് സബ്ജക്ട് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വരും, ഫ്ലൂയിഡ് മെക്കാനിക്സ്, എൻവയോൺമെന്റൽ, പിന്നാണ് RCC, സോയിൽ മെക്കാനിക്സ്, സർവേയിങ്, ഹൈവേ, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 8 സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം SSC JEEക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു സബ്ജക്ട്സ് ഓർഡറിൽ എടുത്ത് വെച്ച് പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സിന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ CBT 2ലേക്ക് വരാം. CBT 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്. അതായത് ടോട്ടൽ നമ്മുടെ പരീക്ഷ നടക്കുന്നത് 300 മാർക്കിനാണ്. 2 മണിക്കൂറത്തെ പരീക്ഷ തന്നെ 100 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമയം കുറച്ചുകൂടി ഇവിടെ കിട്ടുന്നുണ്ട്. 120 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്താൽ മതി. പക്ഷെ ഒരു ക്വസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. ആൻഡ് CBT 2ന്റെ പ്രത്യേകത ടെക്നിക്കൽ പോർഷൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡോ റീസണിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കട്ട് ഓഫിലേക്ക് വരാം. കട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് സ്കോർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്കോർ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമുക്ക് 2023 കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ 346 ആണ് CPWDയിൽ, MESന് 342, ബോർഡർ റോഡ് ഓർഗനൈസേഷന് 325. എപ്പോഴും കട്ട് ഓഫ് കൂടുതൽ CPWDയിലായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, ഇനി 2024 കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് CPWD തന്നെയാണ് ഏറ്റവും കൂടുതൽ. എന്നിരുന്നാൽ കൂടി നമുക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 350 അടുപ്പിച്ചാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 366 നമുക്ക് ടോട്ടൽ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. അത് ടോട്ടൽ മാർക്സ് ആണ്. അതായത് ഈ 349 ഞാൻ നേരത്തെ പറഞ്ഞത് സ്കോർ ആണ്, നോട്ട് ഫോർ സെക്കൻഡ്. CBT 2ന്റെ മാർക്ക് അല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ടയർ എത്രയാണ്? ഫസ്റ്റ് ടയർ എന്ന് പറഞ്ഞാൽ 200 മാർക്കിലാണ്. ആൻഡ് രണ്ടാമത്തെ ടയർ 300 മാർക്കിലാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ടോട്ടലി എടുക്കുന്നത്. ആ ടോട്ടലി എടുക്കുന്ന മാർക്സിന്റെ കട്ട് ഓഫ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് ഒരു സ്കോർ ആക്കി മാറ്റിയിട്ടുള്ള ലാസ്റ്റ് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ മാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 366 വരെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പേപ്പർ 2ന്റെ മാർക്ക് നിങ്ങളുടെ പേപ്പർ 2ന്റെ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏത് റേഞ്ചിലാണ്? 300ൽ 243, 47, 49, അതായത് ഏകദേശം 250 വരെ നമുക്ക് റേഞ്ച് വരും. അപ്പൊ 300ൽ നിങ്ങൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 250 അടുപ്പിച്ചാണ് എന്നുള്ളൊരു സീരിയസ്നെസ് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്, ടൈം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്കോർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേണം. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കാറ്റഗറി, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, അതായത് ലൈക്ക് CPWD ആണോ, അതനുസരിച്ച് നമുക്ക് കട്ട് ഓഫിന് ചെറിയ വേരിയേഷൻസ് വരും. ഓക്കെ, ഇനി സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സിവിലിന്റെ സബ്ജക്ട്സ് തന്നെയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓൾറെഡി നമ്മുടെ സിവിൽ AEക്കൊക്കെ പഠിക്കുന്ന അതേ സബ്ജക്ട്സ്. ഇതിൽ വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. രണ്ടാമത് നമുക്ക് വരിക സോയിൽ മെക്കാനിക്സ് ആണ്. സോയിൽ മെക്കാനിക്സ് കഴിഞ്ഞാൽ RCCക്ക് വെയിറ്റേജ് ഉണ്ട്. ദെൻ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ്, വാല്യുവേഷൻ, CPM ആൻഡ് പെർട്ടിന് വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ദെൻ നമുക്ക് ഹൈവേ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, ബാക്കി എല്ലാം 5-6 മാർക്കേ ഉള്ളൂ. പിന്നെ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജിക്ക് വീണ്ടും നമുക്ക് 12 മാർക്കാണ്. അപ്പൊ ഈ വെയിറ്റേജ് മനസ്സിലാക്കി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സബ്ജക്ട്സിന്റെ വെയിറ്റേജും 2 ടയറിനും വ്യത്യാസമുണ്ട്. എന്നാലും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിനൊക്കെ കുറച്ച് വെയിറ്റേജ്, നമ്മുടെ
ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ക്വാണ്ടിറ്റി ടെക്നോളജിക്കൊക്കെ ഒരേപോലെ തന്നെ ഹൈ വെയിറ്റേജ് ആയുള്ള സബ്ജക്ട്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന CBT 2 ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒന്ന് വേഗം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഡേറ്റാബേസ് ചോദ്യങ്ങൾ, ഇപ്പോൾ കോഡൽ പ്രൊവിഷൻ ഒക്കെ ചോദിക്കാം. ദെൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ന്യൂമറിക്കൽസ് ചോദിക്കാം, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ദെൻ അസർഷൻ റീസൺ ചോദിക്കാം, ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ ഫാക്ട് ബേസ്ഡ് ചോദ്യം. അതായത് ജസ്റ്റ് കോഡ് തരും, കോഡിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ കറക്റ്റ് ഏതാണ് തെറ്റ് ഏതാണ് എന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഇതുപോലെ ന്യൂമറിക്കൽ ടൈപ്പ് ജസ്റ്റ് ഒരു പ്രോബ്ലം തന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഇത് നമ്മുടെ വാല്യുവേഷന്റെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ C-S/N എന്ന് പറയുന്ന ഫോർമുല വെച്ച് ചെയ്യുന്ന ഡയറക്റ്റ് പ്രോബ്ലം ആണ്. പ്രോബ്ലംസ് ചോദിക്കാം, കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ്. പിന്നെ അസേർഷൻ റീസൺ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അസേർഷൻ റീസൺ രണ്ടും കറക്റ്റ് ആണോ, എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണോ എന്ന രീതിയിൽ ചോദ്യം വരാം. പിന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് എന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും അസേർഷൻ റീസൺ ഒക്കെയാണ് നമ്മളെ കൊടുക്കുന്നത്, മനസ്സിലായല്ലോ? അപ്പം ക്വസ്റ്റ്യന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണല്ലോ, അസേർഷൻ റീസൺ ഒക്കെയാണ്, നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം 300 മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 2024 അനാലിസിസ് ഒന്ന് നോക്കാം. നമുക്ക് CBT 1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 200 മാർക്കാണ്. 100 മാർക്ക് ടെക്നിക്കലും അതുപോലെ തന്നെ നമുക്ക് റീസണിങ്ങും പിന്നെ നമ്മുടെ GKയും കൂടെ ചേർത്തിട്ട് 50, 50, 100. ഇതിൽ നോർമലി നമുക്ക് കട്ട് ഓഫിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ടെക്നിക്കലിൽ ഒരു 70 മുതൽ 75 വരെ സ്കോർ ചെയ്യേണ്ടി വരും. അതായത് 100ൽ ഒരു 70 മുതൽ 75 വരെ. അതുപോലെ തന്നെ GKയിൽ 50 മാർക്ക്, 25 മാർക്കിൽ 20 മുതൽ 25 വരെ നമുക്ക് മാർക്ക് വെച്ചാൽ ഫുള്ളോ അല്ലെങ്കിൽ 20 മുതൽ 25 റേഞ്ച്. ദെൻ റീസണിങ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 50 ആണേ, 50 മാർക്കിലാണ് GK. അതിൽ ഏകദേശം പകുതി ശരിയാക്കിയാൽ മതി. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വിട്ടാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. റീസണിങ് എടുക്കുമ്പം അവിടെ 50ൽ 40 മുതൽ 45 വരെ നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ നമുക്ക് ടോട്ടൽ എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു 70 മാർക്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് മിനിമം വെച്ചെടുക്കുവാണ്. ടെക്നിക്കലി 70 സ്കോർ ചെയ്തു, GK 20, റീസണിങ് 40 വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 130 മാർക്കാണ് നമുക്ക് 200ൽ ഒരു ആവറേജ് CBT 1ന് 2024 ഒരു ട്രെൻഡ് വെച്ചിട്ട്. ഇനി നമ്മൾ ഹയർ സ്കോർ എടുക്കുവാണെങ്കിൽ 75 ടെക്നിക്കലില്, GKയിൽ ഒരു 25, റീസണിങ്ങിൽ 45 എടുക്കുവാണെങ്കിൽ ടോട്ടലി 145. അതായത് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 130 മുതൽ 145 മാർക്ക് വരെയാണ് 200ൽ നമ്മുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് CBT 2ലേക്ക് വരാം. 100 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 3 മാർക്ക്, മൊത്തം 300 മാർക്ക്. അതിൽ ടെക്നിക്കലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ടെക്നിക്കലിൽ നമ്മളൊരു 80 മുതൽ 85 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കണം. ഓക്കെ, മിനിമം 85, മാക്സിമം മിനിമം 80, മാക്സിമം 85. അപ്പൊ നമുക്ക് 80 ചോദ്യങ്ങളാണ് കറക്റ്റ് ആവുന്നതെങ്കിൽ 80 × 3 240 മാർക്ക് നമുക്ക് 300 കിട്ടും. ഇനി അതെല്ലാം നമ്മൾ നേരെ മറിച്ച് 85 എണ്ണമാണ് കറക്റ്റ് ആക്കുന്നതെങ്കിൽ നമുക്ക് 85 × 3 255 മാർക്കാണ് നമുക്ക് 300ൽ കിട്ടുക. അതായത് നമുക്ക് ഒരു 2024 ട്രെൻഡ് അനുസരിച്ച് കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 240 മുതൽ 250. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 250 അടുപ്പിച്ചാണ് CBT 2ന്റെ ആ ഒരു റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം മാർക്കിന്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. CBT 1ന് 130 മുതൽ 145, അതായത് ഏകദേശം 50 മാർക്കേ കുറയാൻ പാടുള്ളൂ. 200ലാണെങ്കിൽ 150ഓളം വരണം, അതുപോലെ തന്നെ 300ലാണെങ്കിൽ 250നോളം വേണം. അതാണ് നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ടാർഗറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. മാർക്സ് ടാർഗറ്റ് ചെയ്ത് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പോസ്റ്റിംഗ് എവിടെയെങ്കിലും ഒക്കെ കിട്ടും. നമ്മൾ കട്ട് ഓഫ് കയറിയും വേണം. പോസ്റ്റിംഗ് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊന്നും ആദ്യം ആവാൻ പാടില്ല, നമ്മുടെ സൗത്തിൽ തന്നെ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ മതി. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ആ ഒരു വ്യത്യാസം വരാം. അപ്പൊ ഇന്ന് തന്നെ SSC JEE എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം 1000ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. വലിയൊരു അവസരമാണ്. ഇന്ന് തന്നെ അവസരം മനസ്സിലാക്കി തയ്യാറെടുത്ത് തുടങ്ങാം. നമ്മുടെ എൻട്രിയിൽ SSC JEE, RRB JEE, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലെ ജൂനിയർ എഞ്ചിനീയർ ഉടൻ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടുകൂടി ചേർന്ന് കോംബോ ബാച്ചസ് അവൈലബിൾ ആണ്. നമുക്ക് ടെക്നിക്കലും നോൺ ടെക്നിക്കലും 2 പരീക്ഷയ്ക്കും വേണ്ടതുകൊണ്ട് തന്നെ 2 പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ കോഴ്സസ് യൂസ്ഫുൾ ആയി മാറും. കോഴ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.